ഉണ്ടാകേണ്ടുന്ന പ്രതിനിധികൾ തിരിച്ച് നമ്മുടെ ജില്ലകളിലേക്ക് കാസർഗോഡ് ജില്ലയിൽ KMSSന്റെ സംസ്ഥാന കൗൺസിൽ സമ്മേളനം നടത്തണമെന്ന് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തതിനനുസരിച്ച് നമ്മൾ അന്ന് തന്നെ മനസ്സിലാക്കേണ്ട ഏക പ്രദേശം നമ്മളെ എരിക്കളം ആണ്. വളരെയധികം ചരിത്ര സ്മരണകൾ ഉറങ്ങുന്ന ഈ പ്രദേശത്ത് നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ സമുദായാംഗങ്ങൾ എത്തിച്ചേരുന്നതിന് വേണ്ടി ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ അടിയുറച്ച് ചിന്തിച്ചതിന്റെ ഒരു ഇതാണ് പ്രകടനമാണ് ഈ മണ്ണിൽ വെച്ച് നമുക്ക് ഈ സംസ്ഥാന കൗൺസിൽ സമ്മേളനം നടത്താൻ വേണ്ടി ഒരു മനസ്സ്. അത്തരത്തിൽ ഔദ്യോഗിക സ്വഭാവം പറയാവുന്ന ആളുകളെ മാത്രം വെച്ച് ആ പരിപാടി നടത്തും. ആ വിഭാഗത്തിൽ തന്നെ പട്ടികജാതി വിഭാഗത്തിലുണ്ടായിരുന്നവർ അവര് മത പരിവർത്തനം നടത്തി ക്രിസ്ത്യാനിയായവർ ആ പരിവർത്തനം നടത്തി ക്രിസ്ത്യാനിയായ വിഭാഗത്തിൽ തന്നെ നിരവധി സംഘടന പട്ടികജാതി വിഭാഗങ്ങളെക്കാൾ മോശപ്പെട്ട സാമൂഹിക ചുറ്റുപാടിൽ ജീവിക്കുന്നു. ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നയാൾ ഇന്ന് തൊഴിൽ ചെയ്യണം, ഇന്ന് വിഭാഗത്തെ സേവനത്തിന് വേണ്ടി അവരെ ഉപയോഗിക്കണം തുടങ്ങിയ ഒരുപാട് അബദ്ധധാരണകളും തെറ്റായ ചിന്തകളും നമ്മുടെ സമൂഹത്തിൽ നിലനിന്നതിന്റെ ഫലമായിട്ടുണ്ടായത്. ഏതായാലും അതൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഉണ്ടായിരുന്നതിൽ നിന്ന് സാവധാനത്തിലാണെങ്കിലും ഈ സമുദായം മുന്നോട്ട് പോകുന്നുണ്ട് എന്നത് സന്തോഷകരമായ കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ലോകവും കാലവും മാറുകയാണ്. സാങ്കേതിക വിദ്യകളും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പുതിയ നൂതനങ്ങളായ സംവിധാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിർമ്മാണ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പരമ്പരാഗത വ്യവസായങ്ങളും പ്രത്യേകിച്ച് കുലത്തൊഴിലുകൾ എന്ന രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങളുമെല്ലാം പലതും വലിയ തകർച്ചയെ നേരിട്ടുകൊണ്ടിരുന്ന കാലമാണ് എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഈ രംഗത്തുള്ളവരെല്ലാം തകർച്ചയിൽ നേടുകയാണെന്നല്ല ഞാൻ പറയുന്നത്. പരമ്പരാഗത വ്യവസായങ്ങൾക്ക് പൊതുവിലുള്ള തകർച്ച കാരണങ്ങൾ പലതാണ്. അതിന്റെ ഈ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു 2-3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, സംഘടന രൂപം കൊള്ളുന്നതിനും മുമ്പ്, സംഘടന രൂപം കൊണ്ടതിനെ കുറിച്ചുള്ള വർഷങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഒരു 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയ പുതിയ സാമ്പത്തിക നയത്തിന്റെ സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം വളരെ പ്രയാസകരമായ തൊഴിലാണ്. നാമമാത്രമായ വരുമാനം മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർ ഉണ്ടാക്കുന്ന മൺപാത്രങ്ങൾ തലച്ചുവടായി ഗ്രാമഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ച്, പ്രത്യേകിച്ച് ഈ വിഭാഗത്തിലെ സ്ത്രീകൾ അവർ വിൽപ്പനയിൽ അവരാണ് ഇത് കേന്ദ്രീകരിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഇതിന്റെ ഈ ഒരു എന്താണ് പറയുക, പരമ്പരാഗതമായ ഒരു കുലത്തൊഴിൽ എന്ന നിലക്ക് സ്വീകരിച്ചുകൊണ്ടിരുന്ന ഇതുമായി ബന്ധപ്പെട്ട മേഖലയിലെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ആ ഒരു അവസ്ഥ ഇപ്പോഴാലോചിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഈ തലമുറയിൽപ്പെട്ട, ഏതാണ്ട് ഈ കാണുന്ന തലമുറയിൽപ്പെട്ട ആരും അത് അത്രയധികം അനുഭവിച്ചിട്ടുണ്ടാവില്ല. തലച്ചുവടായി ഇതെടുത്തു കൊണ്ടുപോകേണ്ടി വരുന്ന അവസ്ഥയുള്ളവർ അധികം ഇവിടെ കാണില്ല, ചുരുക്കം ചേർത്ത് കണ്ടേക്കാം. അങ്ങനെ പോയാൽ അവർക്ക് കിട്ടുമായിരുന്ന പ്രതിഫലം നാമമാത്രമാണ്. പലപ്പോഴും അത് നെല്ലായോ മറ്റേതെങ്കിലും ഭക്ഷ്യവസ്തുക്കളായോ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിഫലം എന്ന നിലക്ക് നൽകിയാൽ അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ഇതുമായി തിരിച്ചു വരുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്.
വളരെ ദയനീയമായ അവസ്ഥ. അതുകൊണ്ടാണ് ഞാനൊരു അവശ്യ സമുദായം എന്ന് പറയുന്നത്. എല്ലാ അർത്ഥത്തിലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിന്റെ അടിത്തട്ടിൽ ഏറ്റവും ചരിത്രപരമായ കാരണങ്ങളെക്കുറിച്ചും നേടിയ നേട്ടങ്ങൾ നിലനിർത്തി പുതിയ നേട്ടങ്ങൾ കൈവരിക്കേണ്ടതിനെ കുറിച്ചുമെല്ലാം അദ്ദേഹം സൂചിപ്പിക്കേണ്ടത്. KMSSനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരള മൺപാത്ര നിർമ്മാണ സമുദായ സമിതിയെ സംബന്ധിച്ച് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള മൺപാത്ര തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമുദായ അംഗങ്ങളുടെ പ്രവർത്തനങ്ങളെയെല്ലാം നേരിൽ കണ്ടുകൊണ്ട് മനസ്സിലാക്കി കൊണ്ടുവരുന്ന ഒരാളെന്ന നിലയിൽ ഒരു കാര്യം പറയാൻ കഴിയുന്നത് ഒരു അവശ്യ സമുദായമാണ്. വളരെ അവശരായി സമൂഹത്തിലേറെ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നവരാണ്. നമ്മുടെ കാലവും ലോകവും മാറുകയാണ്. കാലവും ലോകവും മാറുന്നതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ എല്ലാ മേഖലയിലുമുണ്ട്. തീർച്ചയായും മൺപാത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട മേഖലയിലും അത് കാണാൻ കഴിയും. പക്ഷെ എന്നാൽ ഏതാണ്ട് ഒരു 10-50 വർഷം എടുത്താൽ 50 വർഷം വേണ്ട, ഏതാനും വർഷങ്ങൾ മുമ്പ് വരെ 50 വർഷങ്ങൾ തൊട്ടിങ്ങോട്ടുള്ള ഒരു അനുഭവത്തിന് കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കി തുടങ്ങിയ നടപടികളുടെ ഭാഗമായി നമ്മുടെ സമൂഹത്തിലൊരു വലിയ വിഭാഗം ആളുകൾ ഏറ്റവും ഉയർന്ന സാമ്പത്തികമായ അഭിവൃദ്ധി നേടി അല്ലെങ്കിൽ ഏറ്റവും വലിയ സമ്പന്നതയുടെ കൊടുമുടിയിലെത്തി നിൽക്കുന്നു. എന്നാൽ അതേസമയം സമൂഹത്തിലൊരു വലിയ വിഭാഗം ആളുകൾ വളരെ ദരിദ്രരായി പരമദരിദ്രരായി മാറിക്കൊണ്ടിരിക്കുന്ന വസ്തു. ഈ പരമദരിദ്രാവസ്ഥ രാജ്യത്ത് പൊതുവിലുണ്ടെന്ന് പറഞ്ഞാലും കേരളത്തിൽ അത് താരതമ്യേന ഇല്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ സർക്കാർ അതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയപ്പോൾ ദരിദ്രരുടെ പട്ടികയിലുള്ളെന്ന് കണ്ടെത്തുകയും അത് പരിഹരിക്കാൻ ശ്രമിക്കുകയും ഏറെക്കുറെ 50,000-ഓളം കുടുംബങ്ങളെ ആ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുവരികയും അവശേഷിക്കുന്ന ആളുകളെ കൂടി ഈ വരുന്ന 2026 നവംബർ മാസം 1 കേരള പ്രവേശനമാകുമ്പോൾ അതിദരിദ്രരില്ലാത്തൊരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുകയും ചെയ്യുമെന്ന ലക്ഷ്യബോധത്തോടു കൂടിയുള്ള പ്രവർത്തനം ഗവൺമെന്റ് നടത്തുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാജ്യത്തുമുണ്ടാകുന്ന പുതിയ സാമ്പത്തിക രംഗത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതേ അളവിൽ കേരളത്തിൽ ബാധിക്കാത്ത വിധം അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കുന്നതുകൊണ്ട് ചെറിയ മാറ്റങ്ങളുണ്ട്. നമുക്ക് അത്രയേറെ ദാരിദ്ര്യമില്ല. എന്നാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നേടേണ്ടതായിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ, ഇല്ലെന്ന് ഞാൻ പറയുകയല്ല. ഞാൻ പറയാൻ പോയത്, ഈ വലിയ തോതിൽ വൻകിട കോർപ്പറേറ്റുകളുടെ ആധിപത്യം നമ്മുടെ സമൂഹത്തിൽ വളർന്നു വന്നതിനെ തുടർന്ന് ചെറുകിട ഇടത്തരം മേഖലകളിൽ തൊഴിലെടുക്കുന്നവരുടെയും കച്ചവടം അത് ഏതെല്ലാം മേഖലയിലുള്ള എല്ലാവർക്കും ഉണ്ടാകും. എന്നാൽ ഒരു കാര്യം കൃത്യമായി ഞാൻ ഈ മൺപാത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട സമുദായങ്ങളെ കേന്ദ്രീകരിക്കുന്ന മേഖലകളുമായി പെരിയയിലായാലും എരിക്കുളത്തായാലും ബോയിക്കാലത്തായാലും എല്ലാം പല പ്രദേശങ്ങളിലുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത്, കാലോചിതമായ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നിർമ്മാണ മേഖലയിൽ സ്വീകരിക്കുന്ന പുതിയ പുതിയ സംവിധാനങ്ങളെ ഉൾക്കൊള്ളാനും അതിനനുസൃതമായി ആ തൊഴിൽ മേഖലയിലുള്ളവർ അത് പരിശീലിച്ച് മുന്നോട്ട് പോകാനുമുള്ള ഒരു വലിയ ശ്രമം നിങ്ങൾ നടത്തിയിട്ടുണ്ട്. മൺപാത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ വലിയ ആഘോഷമാണ്. ഇവിടെ നമ്മുടെ എല്ലാവർക്കും അറിയാവുന്നതാണ്, വിഷു കഴിഞ്ഞ അടുത്ത ദിവസം ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. എന്നാൽ ഒരു കാര്യം ശാസ്ത്രീയമായി ഈ കാര്യത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള തിരിച്ചറിവുള്ള ആളുകൾ ഇപ്പോഴും ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി മൺപാത്രങ്ങൾ തന്നെ ഉപയോഗിക്കുന്നു എന്ന് കാണാൻ കഴിയും. ആ മൺപാത്രങ്ങളിൽ ഉണ്ടാക്കുന്ന കഞ്ഞിയുടെ വെള്ളം, കഞ്ഞിയായാലും ചോറായാലും മൺപാത്രങ്ങളിൽ വേവിച്ചെടുക്കുന്ന ആ ഭക്ഷണ സാധനങ്ങൾ, അത് കറിയായാൽ പച്ചക്കറിയായാൽ സ്വാദിഷ്ടമായ ഭക്ഷണം പഴയ കാലങ്ങളിൽ ഉള്ളതുപോലെ ഇപ്പോഴെന്തേ ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ മൺപാത്രങ്ങളിലായിരിക്കില്ല പലപ്പോഴും പലരും ഇപ്പോൾ നിർമ്മാണം. അത് ചുട്ടെടുക്കുന്ന സമയം അത് ഏത് ദിവസമാണെന്ന് അറിഞ്ഞാൽ അന്ന് വണ്ടിയുമായി ആൾ ഇവിടെ എത്തും. ഇത് എത്തുവാണ്. പഴയ കാലത്തിന്റെ നാട്ടുമ്പുറങ്ങളിലെ വീടുകളിൽ പോയി വീട് വീടാന്തരം പോവുകയാണ്. ഞങ്ങളെയൊക്കെ വീടുകളിൽ എത്രയോ സഹോദരിമാർ വർഷങ്ങളോളം കൊണ്ടുവന്ന് ആ
നമ്മുടെ മൺപാത്രങ്ങൾ തന്നതിനെ കുറിച്ച് കഞ്ഞി വെക്കാനുള്ള കലം, കഞ്ഞിക്കലം വേറെ, വെള്ളം ഊറ്റുന്നതിന് വേണ്ടിയുള്ള കറി ഉണ്ടാക്കുന്നതിനുള്ള കലം വേറെ, അതിൽ വ്യത്യസ്തമായ എല്ലാ തരത്തിലുമുള്ള സാധനങ്ങൾ മുമ്പിൽ സംരക്ഷിക്കുമായിരുന്നു. കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമായിരുന്നു. ഞാൻ പറയാൻ പോകുന്നത് ആ പഴയ കാലത്തുണ്ടായിരുന്ന മൺപാത്ര നിർമ്മാണവും അതിന്റെ വിപണനവും അതിനുവേണ്ടി സാഹസപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സഹോദരിമാരുടെ പ്രയാസങ്ങളുമെല്ലാം നേരിട്ട് കണ്ടറിഞ്ഞിട്ടുള്ള ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ കഴിയും. ഇന്ന് മൺപാത്രം നിർമ്മിച്ചാൽ വ്യാപകമായി മണ്ണെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വർഷക്കാലത്തേക്ക് മൺപാത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക്, കുടുംബങ്ങൾക്ക് സുരക്ഷിതമായി അവരുടെ അസംസ്കൃത വസ്തുക്കൾ അവരുടെ കയ്യിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള സംവിധാനം അത് എല്ലായിടങ്ങളിലും നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അതൊക്കെ ശേഖരിക്കുന്നു, അതെല്ലാം സംഭവിക്കുന്നു. ആ മേഖലയിൽ പിന്നീട് നമ്മുടെ എരിക്കളത്തൊക്കെ നോക്കിയാൽ ഇവിടെ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിന്റെ നാനാഭാഗത്തിലെത്തിയിട്ടുള്ള സഹോദരന്മാർ, ഏതായാലും നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ അത് സമയം കാണുന്നു. കുറച്ചപ്പുറത്താണ്, തൊട്ടപ്പുറത്താണ്. ഞാൻ നിരന്തരമായി വന്നും പോയി കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. വലിയ വയലാണ്, അതിവിശാലമായ വയലാണ്. പക്ഷെ ഇപ്പോൾ ഒരല്പം വൈകി, കുറച്ച് നേരത്തെ ആണെങ്കിൽ ഏറ്റവും പച്ച പിടിപ്പുള്ള, ഏറ്റവും വിശാലമായ ധാരാളം ഏക്കർ ഭൂമി, ആ ഭൂമിയെല്ലാം പച്ചക്കറി കൃഷി ചെയ്യുന്നതിനും ഈ മേഖലയിൽ ആളുകൾ വലിയ താല്പര്യമാണ്. മുന്നോട്ട് പോകേണ്ടതും ഏറെ സാധ്യതയുള്ളതും ചിലപ്പോൾ തിരിച്ചുവരവെന്ന നിലയിൽ ഇനി കൂടുതൽ ആവശ്യക്കാർ വരുന്നതുമായ ഒരു മേഖലയായിരിക്കും ഈ മൺപാത്രങ്ങളുടെ ഉപയോഗം. മദ്യപിക്കാത്ത ആളുകൾക്കൊക്കെ വരുന്നത് കാണാൻ കഴിയും. മദ്യപിക്കുന്നവർക്കത് വരാനുള്ള സാധ്യത കൂടുതലാണ്. പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർക്കത് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നേ ഉള്ളൂ. അതല്ലാതിരുന്നാലും ഇതൊക്കെ വരാം. പക്ഷെ ഇപ്പോൾ വ്യാപകമായി വരുന്ന ഒട്ടേറെ രോഗങ്ങളുടെ നമുക്കാർക്കും നിയന്ത്രിക്കാൻ കഴിയാതെ വൈദ്യശാസ്ത്രത്തിന് പോലും കൃത്യമായി എന്താണെന്ന് കണ്ടെത്താൻ ഏറെ പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം മൺപാത്രങ്ങൾ, ഗൃഹോപകരണങ്ങൾ എന്ന രീതിയിൽ വീടുകളെ ഭക്ഷ്യാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചത് മാറ്റി നിർത്തപ്പെട്ടു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ നിർമ്മിക്കാം, എങ്ങനെ എത്തിക്കാം, അതുമല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കാതെ എങ്ങനെയാണ് ഇപ്പോൾ ഇതൊക്കെ തന്നെ ഓൺലൈനിലൂടെ വീട്ടിലെത്തിച്ച് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ ചിന്തിക്കുന്ന കാലഘട്ടമാണ്. കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾക്കനുസരിച്ച് കുക്കറുകളും ഇന്ന് ഞാനതിന്റെ മാറ്റങ്ങളെ കുറിച്ചെല്ലാം പറയുകയല്ല. ഭക്ഷണം എത്രയും പെട്ടെന്ന് വലിയ പ്രയാസമൊന്നുമില്ലാതെ ഉറപ്പാക്കാം. ഈ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന ഒരു തൊഴിലല്ല ഇത്. ഈ തൊഴിലിനുള്ള സാധ്യത കൂടിക്കൂടി വരികയാണ്. ഈ തൊഴിലുള്ള ആളുകളുടെ ആവശ്യക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ആവശ്യക്കാർ നിങ്ങളെ വീട്ടിൽ കാത്തിരിക്കുകയല്ല, നിങ്ങൾ ഈ പറയുന്ന മൺപാത്രങ്ങൾ നിർമ്മിച്ചു കഴിയുന്നതിന് മുമ്പ് അത് ഏറ്റുവാങ്ങാൻ അവർ ഇവിടേക്ക് വരികയാണ്. ആ രീതിയിലുള്ള വലിയ മാറ്റങ്ങൾ നമ്മൾ കാണണം. അതുകൊണ്ട് കാലത്തിന്റെ മാറ്റം, ലോകത്തിന്റെ മാറ്റം, അതിനനുസൃതമായി വിവിധങ്ങളായ മേഖലകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളൊക്കെ തന്നെ ഒരു തരത്തിലും ബാധിക്കാത്ത വിധത്തിൽ ഈ വിഭാഗത്തിന്റെ എല്ലാവരും മൺപാത്ര നിർമ്മാതാക്കളുടെ മൺപാത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളുടെ ആളുകൾ എല്ലാവരും മൺപാത്ര നിർമ്മാണവുമായി പോകണമെന്ന് അഭിപ്രായക്കാരനല്ല. തീർച്ചയായും മികച്ച വിദ്യാഭ്യാസം നേടാനും ഇവിടെ പറഞ്ഞതുപോലെ OECDയോ OBCDയോ ഒക്കെ ആനുകൂല്യങ്ങൾ, തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും ഉണ്ടെങ്കിലും സർക്കാരുകളുടെ മുമ്പാകെ എത്തി ആവശ്യമായ തീരുമാനങ്ങൾ എടുപ്പിച്ച് കിട്ടാവുന്ന പരമാവധി ആനുകൂല്യങ്ങൾ നേടി നമ്മുടെ കുട്ടികളെ മികച്ച വിദ്യാഭ്യാസം നേടുന്നവരാക്കി ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് എത്തിച്ച് പ്രൊഫഷണൽ കോളേജുകളിലേക്ക് എത്തിച്ച് അവരെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമം കൂടിയാണ് നമുക്കുണ്ടാകുന്നത്. തൊഴിൽ എന്ന നിലയിൽ ആ സമുദായം പരമ്പരാഗതമായി തുടർന്നു വരുന്ന ഒരു തൊഴിലെന്ന രീതിയിൽ ആ കാര്യങ്ങളുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബങ്ങളിലെ കുട്ടികൾ മിടുക്കന്മാരും മിടുക്കികളുമായി സമൂഹത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ഉയർന്നു വരണമെന്നും ഔദ്യോഗിക രംഗങ്ങളിലേക്ക് കടന്നു വരണമെന്നും എല്ലാ തലങ്ങളിലും അവരുടെ സാന്നിധ്യം ഉറപ്പാക്കുമെന്ന സമീപനം സ്വീകരിക്കണമെന്നുമാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം. നൂതനമായ പുതിയ സംവിധാനങ്ങൾ, പരമ്പരാഗതമായ രീതികളിൽ നിന്ന് മാറി പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നുവരാൻ അതിനാവശ്യമായ പരിശീലനം നേടാനും പരിശീലനം നൽകുന്നതിനുള്ള സംവിധാനങ്ങളെയും ഏജൻസികളെയും എല്ലാം പൂർണ്ണമായി ഉപയോഗിക്കാനും നിങ്ങൾക്ക് കഴിയണം.
FI50D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FI550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity.